സംഘടന ഇതിലൊരു അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിരിക്കുന്നു അൻസിബ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. എന്ത് വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. അൻസിബ, താരസംഘടനയും ഇക്കാര്യത്തിൽ ഒരു നിലപാടിലേക്ക് നീങ്ങുകയാണല്ലോ. ഇപ്പോൾ വിൻസിയുടെ പരാതിയിൽ നിങ്ങൾ നടപടികൾ തുടങ്ങിയോ അൻസിബ? ഒരു വ്യക്തിയല്ല സംസാരിക്കുന്നത്. അമ്മ എന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും. അൻസിബ പറഞ്ഞോളൂ. താരസംഘടന എന്ന് പറഞ്ഞോളൂ. എന്ന് പറഞ്ഞ സംഘടനയെ റെപ്രസെന്റ് ചെയ്തല്ല ഞാൻ സംസാരിക്കുന്നത്. ഇത്രയ്ക്കും വാശി പിടിക്കേണ്ട കാര്യമില്ല അൻസിബ. അത് നിങ്ങളൊരു നിലപാടെടുക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും ഒരു നിലപാടുണ്ട്. ആ നിലപാടിന്മേൽ അന്തിമ തീരുമാനം ഇതുവരെ വരാത്തത് കൊണ്ടാണ്. കോടതിയൊന്നുമല്ലല്ലോ, അതുകൊണ്ട് കോടതിയൊന്നുമല്ല അൻസിബ. അൻസിബയ്ക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി. നിങ്ങളുടെ സമിതിക്ക് എന്തെങ്കിലും ആലോചനകൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ നീതി തേടി നിങ്ങളെ എത്തുമ്പോൾ ആ നീതി തേടുന്നതിൽ നിങ്ങൾ എടുക്കുന്ന നടപടി എന്താണ് എന്ന ചോദ്യമാണ് ചോദിച്ചത്. അൻസിബ എന്ന് പറഞ്ഞ വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വ്യക്തിയായിട്ട് സംസാരിക്കാം. ഞാൻ അൻസിബ എന്ന വ്യക്തി ഞങ്ങൾക്ക് താല്പര്യമില്ലല്ലോ. ഇപ്പോൾ ഈ സംവിധാനം ഈ സമിതിയുമായി ബന്ധപ്പെട്ടല്ലേ അൻസിബയെ വിളിച്ചത്? താല്പര്യമില്ല. അഡ്ഹോ കമ്മിറ്റിയുടെ പ്രതിനിധിയായി ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഫൈൻ. അത്തരം വാശികളൊന്നും വേണ്ട. AMMA എന്ന സംഘടന AMMA എന്ന രൂപത്തിൽ തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ നിലവിലെ രീതി.